നമസ്കാരം. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ട്രെൻഡിംഗ് ആയി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജൻസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പോക്കി സതീശനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം അധികാരത്തിലേറിയിട്ടിപ്പോൾ ചുരുക്കം ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ മികവോ കാര്യശേഷിയോ ഒന്നും വിലയിരുത്തുവാനുള്ള സമയമായിട്ടില്ല. എന്നിരുന്നാലും ചില തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തതിനെ വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് താനും. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില ആശങ്കാജനകമായ കാര്യങ്ങളും ഭരണതലത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അടിസ്ഥാനപരമായിട്ട് ഈ ഫ്രീ ബീസ് എന്ന് പറയുന്ന സൗജന്യമായിട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ സൗജന്യമായിട്ട് എന്തെങ്കിലും പണമോ ഒക്കെ, അത് BJP സർക്കാരായാലും കോൺഗ്രസ് സർക്കാരായാലും തുടങ്ങി വെച്ചത്, ഈ ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ് സർക്കാരാണെങ്കിലും പല സംസ്ഥാനങ്ങളിലും BJPയും ഇത്തരത്തിലുള്ളൊരു സൗജന്യങ്ങൾ നൽകുന്ന ഒരു രീതി, രാഷ്ട്രീയ നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്. അതിന് വ്യക്തിപരമായി ഞാൻ തീർത്തും എതിരാണ്. എന്നിരുന്നാൽ പോലും തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയിരുന്ന വാഗ്ദാനങ്ങളിലൊന്നായ സ്ത്രീകൾക്ക് KSRTC ബസ്സിലെ സൗജന്യ യാത്ര അദ്ദേഹം നടപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് ഒരു ആശ്വാസമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ആ യാത്ര. ഇത് KSRTCക്ക് എത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഭാരം ഉണ്ടാക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അത് ക്രിയാത്മകമായി കൈകാര്യം ചെയ്തുകൊണ്ട് പോകുവാൻ സതീശന് കഴിഞ്ഞാൽ അതൊരു നേട്ടം തന്നെയായി മാറും. പ്രത്യേകിച്ച് ധനകാര്യവും അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ. അതുകൊണ്ട് അതൊരു നല്ല തീരുമാനമായി നമുക്ക് കണക്കാക്കാം. രണ്ടാമത്തെ നല്ല തീരുമാനം, തീർത്തും നല്ലൊരു തീരുമാനം, കേരയിൽ റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ്. കേരളിൻ്റെ മഞ്ഞക്കുറ്റികളൊക്കെ എടുത്ത് ഊരിക്കളഞ്ഞ് അത് മിക്കവാറും പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കുമായിരിക്കും. കാരണം അല്ലെങ്കിൽ ഗോവിന്ദമാഷിൻ്റെയോ ആരുടെയെങ്കിലും വീട്ടിലേക്ക് കൊടുത്തയക്കുമായിരിക്കും. ആ ഒരു തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണ്. പക്ഷേ ആശങ്കാജനകമായ ചില തീരുമാനങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിലാദ്യത്തേത്, അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ വേളയിൽ അദ്ദേഹം വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് മുഴുവൻ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കൂട്ടിച്ചേർത്ത് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത് പല ബുദ്ധിജീവികൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ബുദ്ധിജീവികൾക്കും അവരുടെ അടുപ്പുകൂട്ടി ചർച്ചക്കാരായിട്ടുള്ള ദാവൂദ് സാഹിബിനും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നല്ല കാര്യത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയേണ്ടത്, അതിനൊരു പ്രതികരണമായി സതീശൻ പറഞ്ഞത്, എൻ്റെ അച്ഛൻ്റെ പേര് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കേണ്ടത്, ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇപ്പോൾ ഞാൻ ഒരിടത്ത് താമസിക്കുന്നു, എൻ്റെ വീടിൻ്റെ അടുത്തൊരു ദാവൂദ് സാഹിബ് താമസിക്കുന്നു. എനിക്ക് എൻ്റെ പൂർവികരെക്കുറിച്ച് വാള് കണ്ടപ്പോൾ തല വെട്ടണ്ട തൊലി വെട്ടിക്കോ എന്ന് പറയാത്ത എൻ്റെ പൂർവികരെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. വാള് കണ്ടപ്പോൾ തല വെട്ടണ്ട തൊലി വെട്ടിക്കോ എന്ന് പറഞ്ഞ സ്വന്തം പൂർവികരെക്കുറിച്ച് ദാവൂദ് സാഹിബിന് അപമാനവുമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഞാൻ എൻ്റെ പൂർവികരുടെ ഈ ഒരു കഥ പറഞ്ഞ്, വാള് കണ്ടപ്പോൾ തല വെട്ടണ്ട തൊലി വെട്ടിക്കോ എന്ന് പറഞ്ഞ ഭീരുക്കളല്ല എൻ്റെ പൂർവികരെന്ന് ഞാൻ എഴുതി വയ്ക്കുന്നത് ദാവൂദ് സാഹിബിന് അപമാനമായി തോന്നുന്നെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല. അത്ര ഈ ദാവൂദ് സാഹിബിനോട് ഒക്കെ, അല്ലെങ്കിൽ ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരോട് ഈ ദാമോദര മേനോൻ എന്ന പേരിനോട് കാണിക്കുന്ന അസഹിഷ്ണുതയെക്കുറിച്ച് പറയുവാനുള്ളൂ. അതും ഒരു നല്ല കാര്യം. ഇനി ആശങ്കാജനകമായ കാര്യങ്ങളിലേക്ക് വരാം. അതിലൊന്ന്, മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വിദ്യാഭ്യാസം, തദ്ദേശം, പൊതുമരാമത്ത്, ഈ 3 വകുപ്പുകൾ അവർക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഒപ്പം യൂജിൻ പെരേരെ പോലുള്ള രാഷ്ട്രീയ ദല്ലാളന്മാരുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല എന്നുള്ളൊരു സകാരാത്മകമായ ഒരു വശവുമുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന് വഴങ്ങി. അതിൽ തന്നെ ഏറ്റവും ഉള്ള 2 വകുപ്പുകൾ, പൊതുമരാമത്തും തദ്ദേശവും മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് തദ്ദേശം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് വകുപ്പുകളുടെ അന്തിമ തീരുമാനത്തിൽ KM ഷാജിയാണ് അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. വളരെയധികം ആശങ്കാജനകമായൊരു വസ്തുതയാണത്. കാരണം അദ്ദേഹത്തിൻ്റെ, ഷാജിയുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ ഒടുവിലായപ്പോൾ തീവ്ര മതവാദിയായി മാറി എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റ് പല ബന്ധങ്ങളെക്കുറിച്ചും പലപ്പോഴും പോലീസ് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഇനി തദ്ദേശം പോലുള്ളൊരു വകുപ്പ് അദ്ദേഹം ഭരിക്കുമ്പോൾ അതുപയോഗിച്ച് ചെയ്യാവുന്ന ചില വളരെയധികം നിഗൂഢമായ കാര്യങ്ങളുണ്ട്. കാരണം ഒരു മന്ത്രിക്ക് ആ വകുപ്പ് ഭരിക്കുമ്പോൾ ചെയ്യാവുന്ന വളരെയധികം ആശങ്കാജനകമായ ചില വസ്തുതകളുണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ വിശദീകരിച്ച് പറയുന്നില്ല. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭരണമനുസരിച്ച് നമുക്കത് വിശകലനം ചെയ്യാം. ഈ ആശങ്കകൾ സത്യമാകുന്നോ എന്നുള്ളത് പ്രേക്ഷകരുമായി ആ സമയത്ത് പങ്കുവയ്ക്കാം. എന്തായാലും ഈ അവസരത്തിൽ അതൊരു ആശങ്കാജനകമായ വസ്തുത തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് മുസ്ലിം ലീഗ് അവർക്ക് വേണ്ടിയിരുന്ന വകുപ്പുകൾ എല്ലാം ഒരു വിലപേശി വാങ്ങി എന്ന് തന്നെ വേണം കരുതാൻ. ഒരു
ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും അവർക്ക് ഒരു കണ്ണുണ്ടായിരുന്നു. അത് പക്ഷേ വി ഡി സതീശൻ നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഒരു 60-40 നല്ലത് 60 മോശം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ വകുപ്പ് വിഭജനത്തിൽ മുസ്ലിം ലീഗിൻ്റെ മുമ്പിൽ അദ്ദേഹം അടിയറ വെച്ച കാര്യം നിലനിൽക്കുന്നത്. ഇനി സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല, അവരുടെ മുമ്പിൽ നട്ടല് വളയ്ക്കില്ല എന്നുള്ള സതീശനെക്കുറിച്ചുള്ളൊരു പ്രചാരണം അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാ സമുദായ നേതാക്കളുടെയും വീട്ടിൽ പോകും. കാരണം എന്ന് വെച്ചാൽ ഈ യൂജീൻ പെരേരെ പോലുള്ള രാഷ്ട്രീയ ദല്ലാളെന്ന് യൂജീൻ പെരേരെ ഞാൻ വിളിക്കുന്നത് മറ്റൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പരാതി വീഡിയോയുണ്ട്. അതിൽ അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയെ സംബന്ധിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് വാങ്ങിയാണ് UDF വിജയിച്ചത്, എന്നിട്ടവർ അർഹിക്കുന്ന പ്രാതിനിധ്യം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയില്ല എന്ന് പറഞ്ഞു തുടങ്ങി വളരെ സ്നിഗ്ധതയോടുകൂടി തന്നെ മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളത് ലത്തീൻ സഭയായി മാറുന്നുണ്ട്, ലത്തീൻ കത്തോലിക്ക സഭയായി മാറുന്നുണ്ട്. അതായത് ലത്തീൻ കത്തോലിക്ക സഭയാണ് കേരളത്തിലെ ഒട്ടാകെയുള്ള മത്സ്യത്തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളൊരു ഭാവത്തിൽ അത്തരത്തിലൊരു ധാരണ മുന്നോട്ട് വെച്ചുകൊണ്ട് പറയുന്ന ആ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ വിലപേശൽ നടത്തുവാൻ അദ്ദേഹം നടത്തിയ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഞാൻ യൂജീൻ പെരേരെ രാഷ്ട്രീയ ദല്ലാളെന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള യൂജീൻ പെരേരയുടെ കൈമുത്താൻ ഇദ്ദേഹം പോയി എന്നുള്ളത് മാത്രമല്ല, പിന്നെയും ദൂതന്മാരെ അയച്ചിരുന്നു. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ദൂതന്മാരെ യൂജീൻ പെരേരയെ സാന്ത്വനപ്പെടുത്തുവാനായി അദ്ദേഹം അയച്ചിരുന്നു എന്നുള്ളതും ആശങ്കാജനകമാണ്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നയമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള നട്ടലുള്ള നേതാവാണ് എന്ന്, സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാത്ത നട്ടലുള്ള നേതാവാണ് എന്നുള്ള അവകാശവാദം ഇനി അദ്ദേഹം ഉന്നയിച്ചാൽ അതിനൊരു സാധുതയില്ല എന്ന് പറയേണ്ടി വരും. ഇനി മറ്റൊരു കാര്യത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു 2-3 ദിവസങ്ങളിലെ ചില പ്രഖ്യാപനങ്ങളുടെയും നയങ്ങളുടെയും ഒരു വിശകലനമായതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി വരാം. അതൊരു നല്ല കാര്യമായിട്ട് തന്നെ പരിണമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമ്മുടെ നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള പോലീസിലെ ഗുണ്ടകൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചാണ്. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഷൗക്കത്ത് അലി എന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഷൗക്കത്ത് അലി പുലിയാണ്. നമ്മുടെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഒപ്പം ഭീകരവാദികളെയൊക്കെ പിടിക്കുന്നതിൽ അദ്ദേഹം ക്രിയാത്മകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത ഇപ്പോൾ ഇവരാരും പറയുന്നില്ല. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഭീകരവാദികളെ ഏകോപിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നതിന് ശേഷം ഭീകരവാദികളെ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി കോപിക്കുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഷൗക്കത്ത് അലി ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതികളും ഒരു പ്രവൃത്തി പദങ്ങളും പരിശോധിക്കുമ്പോൾ കളങ്കമില്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇത് അന്വേഷിച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ, ഇക്കാര്യത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഈ പോലീസിലെ ഗുണ്ടകൾക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അടി കൊണ്ടത് യൂത്ത് കോൺഗ്രസ്സുകാർക്കാണെങ്കിലും അവർക്ക് കൊള്ളേണ്ടതാണ് എന്നുള്ള രാഷ്ട്രീയ അഭിപ്രായം പലപ്പോഴും ഉണ്ടെങ്കിലും അന്നേ ദിവസം അവിടെ കാണിച്ചത് ഒരു യുവാവിനോടും കാണിക്കുവാൻ പാടില്ലാത്തത്ര ക്രൂരതയാണ്, രാഷ്ട്രീയ ധാർഷ്ട്യമാണ്. അത് കഴിഞ്ഞ് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് വ്യാഖ്യാനിച്ചത് അഹങ്കാരത്തിൻ്റെ മൂർധന്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു ശിക്ഷ, അതും ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അതിൽ ഉത്തരവാദികളായ പോലീസുകാർക്ക്. മറ്റ് SFI ഗുണ്ടകളെയൊക്കെ വെറുതെ വിട്ടാൽ പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്ന പോലീസിലെ ഗുണ്ടകളെ ശിക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. VD സതീശന് അദ്ദേഹം അധികാരത്തിലേറുമ്പോൾ കേരള ജനതയുടെ കയ്യടി, ഒറ്റക്കെട്ടായിട്ടുള്ള കയ്യടി, അതായത് നിഷ്പക്ഷരായിട്ടുള്ള അന്തംഗമ്മി അടിമകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിഷ്പക്ഷരായിട്ടുള്ള കേരളീയരുടെ കയ്യടി ഒരേ സ്വരത്തിൽ അല്ലെങ്കിൽ ഒരുപോലെ കേരളീയർ കൈയടിക്കുന്ന ഒരു തീരുമാനമായിരിക്കും അവർക്ക് ശിക്ഷ ലഭിച്ചാൽ ഉണ്ടാകുന്നത്. ആ തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസം, വ്യവസായം, അതിൽ തന്നെ അത് രണ്ടും മുസ്ലിം ലീഗിന് നൽകി. അത് സ്വാഭാവികമായി നൽകപ്പെടേണ്ട, മുസ്ലിം ലീഗ് എൻ്റെ അഭിപ്രായത്തിൽ അധികാരത്തിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തപ്പെടേണ്ട ഒരു രാജ്യവിരുദ്ധ രാഷ്ട്രീയ കക്ഷിയാണ്. പക്ഷേ ഇപ്പോൾ ജനാധിപത്യപരമായി അവർ നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരെ അധികാരത്തിൽ നിന്ന് മാറ്റുവാൻ അവരുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ്സിന് സാധ്യമല്ല. അത്തരണത്തിൽ വിദ്യാഭ്യാസവും വ്യവസായവും അവർക്ക് പണ്ടേ തീരെഴുതി കൊടുത്തിട്ടുള്ളതാണ് കോൺഗ്രസ്. അതിനോടൊപ്പം പൊതുമരാമത്തും തദ്ദേശവും അവർക്ക് നൽകിയത് വളരെയധികം ആശങ്കാജനകമായൊരു കാര്യമാണ്, തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ
സ്ത്രീകളുടെ മേൽ എനിക്കുള്ള ആശങ്ക പ്രേക്ഷകർക്കുമുണ്ടോ എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ആ ആശങ്കകൾ സത്യമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.